ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി കേരള സ്റ്റൈൽ ഫിഷ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചൂരമീനാണ് കേട്ടോ. നമ്മളിവിടെ സൂത എന്നൊക്കെ കേട്ടോ പറയാം. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം തന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ ഓരോ ടീസ്പൂൺ വരെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഉലുവൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് ഇനി ചെറിയ ഉള്ളി ചതച്ച ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ചതച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്ന വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും നമ്മൾ ചെറിയ ഉള്ളിൻ്റെയും ഒക്കെ ഒന്ന് പച്ചച്ചുവ മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഇളം ബ്രൗൺ കളറാവുന്ന വരെ. അപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. അതും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ തക്കാളി പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം കേട്ടോ. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ പരിവാവണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ കറി വെക്കുമ്പോൾ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വേവണം കേട്ടോ. എന്നാലേ നമ്മുടെ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പുളികളൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുറുക്കിയ ടൈപ്പ് കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പിടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിള വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ഇട്ട കൂട്ട്സൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. തക്കാളി പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൂരമീൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. നല്ലോണം കഴുകിയൊക്കെ വൃത്തിയാക്കി ഉള്ള കഷ്ണങ്ങളാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തലഭാഗം ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ കുത്തിങ്ങാണ്ട് നമ്മളിങ്ങനെ ഇളക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം കേട്ടോ. അപ്പോൾ നമ്മൾ തീ വന്നിട്ട് ചെറിയൊരു ഫ്ലെയിമിലാട്ടോ ഇട്ടിട്ടുള്ളത്. ഓവർ ഫ്ലെയിമിൽ ഇടണ്ട. ചെറിയ തീയിൽ കിടന്നിട്ട് നമ്മൾ മീൻ വെന്താൽ മതി കേട്ടോ. നമ്മുടെ മീനതാ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് കേട്ടോ കറിയത്തെ. നമ്മൾ കറി ഒരു 90% ഓക്കെ ആയിട്ടുണ്ട്. നല്ല കുറുകിയ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ്. കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ ഒരു കറി. അപ്പോൾ അതാ നമ്മുടെ കറി ഫൈനൽ സ്റ്റേജൊക്കെ ആയിട്ടുണ്ട്. നല്ലോണം തിളയൊക്കെ വന്ന് നമ്മൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മീനൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇതാ അടിപൊളിയാക്കണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഇനി
സൂതമീൻ കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കില്ല. അപ്പോൾ